സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ കാണാൻ വേണ്ടി പോകുമെങ്കിലും അവിടെ പോയി തങ്ങൽ വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പരാതി അങ്ങ് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടന് അവധിയുള്ള 2 ദിവസം നോക്കി ഞങ്ങൾ അവിടെ പോയങ്ങ് നിന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അമ്മ നല്ല പൂ പോലത്തെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെത്താൻ കുക്ക് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ പോയ ദിവസം ഞാൻ മൊത്തത്തിൽ അങ്ങ് റെസ്റ്റ് എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ലഞ്ചിന്റെ പരിപാടി മൊത്തം ചേച്ചിയുടെ മേൽനോട്ടത്തിലായിരുന്നു കേട്ടോ. ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് ചേച്ചിയുടെ കൂടെ അങ്ങ് നിന്നു. അളിയനും കൂടെ രാവിലെ തന്നെ പോയി നല്ല ചീനിയും പോത്തിറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് ഇവിടെ നല്ല വയൽ ചീനി കിട്ടും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ വേവുകയും ചെയ്യും. അങ്ങനെ നല്ല സ്പെഷ്യൽ പോത്തിറച്ചി കറിയും തലേന്നത്തെ ചിക്കൻ പെരട്ടിയതും ചീനിയും പുളിശ്ശേരിയും ഉള്ളിപ്പൂ തോരനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളൊരു വലിയൊരു ഇല വെട്ടി അതിനകത്തിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ കഴിച്ചത്. സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾക്ക് പാത്രം കഴുകാനുള്ള മടി കൊണ്ട് മാത്രമാണ്. ഇതാകുമ്പോൾ ഇല എടുത്തങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു ഉച്ചയുറക്കവും ചായ കൂടിയും വൈകിട്ടത്തെ അത്താഴമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലോട്ട് വിട്ടു. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.